Welcome to BSc Main Physics, Paper 3 Electronics, Unit 3 Transistors, and this is Semester 5, Class number 35. Today's topic is Emitter Follower Circuit. Emitter Follower, BSc Main Physics, Paper 3 Electronics, Semester 5, Class number 35. So what is an emitter follower circuit? An emitter follower circuit is a common collector amplifier, CC amplifier. Small signal CC amplifier is called emitter follower circuit or simply emitter follower. It is called an amplifier, but the amplification factor is 1. The voltage amplification factor of an emitter follower circuit is 1. It is also known as small signal common collector amplifier, CC amplifier. The circuit is shown in the figure. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് എമിറ്റർ ഫോളോവർ എന്നുള്ള ടോപ്പിക്കാണ്. അത് ഒരു സ്മോൾ സിഗ്നൽ CC ആംപ്ലിഫയർ എന്ന് പറയും, എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്ന് പറയും. അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകം നോക്കുക. നമ്മൾ ഈ ബേസ് ബയസ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കളക്ടറിൽ റെസിസ്റ്റൻസ് നമ്മൾ കാണിച്ചിട്ടില്ല. ഇവിടെ കളക്ടർ റെസിസ്റ്റൻസ് കാണിക്കാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ കോമൺ കളക്ടർ എന്നാണ് വിളിക്കുന്നത്. ഔട്ട്പുട്ട് തരുന്നത് എമിറ്റർ റെസിസ്റ്ററാണ്. ആ എമിറ്റർ താഴെ കാണിച്ചിരിക്കുന്നത് ആറിയിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എടുക്കാൻ ഒരു കപ്പാസിറ്ററും ഒരു ലോഡ് റെസിസ്റ്റർ ആറിലും ഉണ്ട്. അവിടെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് VU. ഇൻപുട്ട് നമ്മൾ ബേസും എമിറ്ററും തമ്മിൽ കൊടുക്കുകയാണ്. ഇൻപുട്ട് വോൾട്ടേജ്, അതായത് VS സോഴ്സ് വോൾട്ടേജ് എന്ന് പറയും. RS അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഒരു കപ്പാസിറ്റി C1 വെച്ചാണ് കൊടുക്കുന്നത്. C1 ഇൻപുട്ട് കപ്പാസിറ്റിയാണ്, C2 ഔട്ട്പുട്ട് കപ്പാസിറ്റിയാണ്, RB ആണ് ഇവിടെ ബയസിങ് റെസിസ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. കളക്ടറിൽ ലോഡ് ഇല്ല. അതുകൊണ്ട് ഈ സർക്യൂട്ടിനെ കോമൺ കളക്ടർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ എന്ന് പറയും. എന്തുകൊണ്ട് ഇതിനെ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു അത് നമുക്ക് നോക്കാം. സോ യു സീ, അപ്പോൾ ഈ സർക്യൂട്ട് നന്നായിട്ട് വരയ്ക്കുക. CC amplifier is shown in the figure. The input signal is applied to the base and output is taken. അപ്പോൾ ഇൻപുട്ട് ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻപുട്ട് ബേസിൽ കൊടുക്കും, ഔട്ട്പുട്ട് എമിറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. And output is taken from the emitter. Output is taken from the emitter. This is in contrast to the CC amplifier where the output is taken from the collector. അപ്പോൾ നമ്മൾ CE ആംപ്ലിഫയറിൽ പഠിക്കുന്നതിൽ വ്യത്യസ്തമാണ് CC ആംപ്ലിഫയർ. എമിറ്റർ ഫോളോവറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് CE ആംപ്ലിഫയറിൽ പോലെയല്ല. ഇവിടെ നോക്കുക, ദിസ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ദി CE ആംപ്ലിഫയർ വേർ ദി ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി കളക്ടർ. CE ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ ഇവിടെ ഈ CC ആംപ്ലിഫയറിൽ എമിറ്റർ ഫോളോവറിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൽ നിന്നാണ്. യു സി, ദിസ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ദി CE ആംപ്ലിഫയർ വേർ ദി ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി കളക്ടർ. അപ്പോൾ CE ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നാണെങ്കിൽ ഇവിടെ എമിറ്റർ ഫോളോവറിൽ ഔട്ട്പുട്ട് എമിറ്ററിൽ നിന്നാണ് എടുക്കുക. Since the collector of the circuit is at a signal ground, ഇപ്പോൾ സിഗ്നൽ ഗ്രൗണ്ടിലാണ്, അവിടെ നമ്മൾ RC കൊടുത്തിട്ടില്ലെന്ന് ഓർക്കുക. സിൻസ് ദി കളക്ടർ ഓഫ് ദി സർക്യൂട്ട് സർക്യൂട്ട് ഈസ് അറ്റ് എ സിഗ്നൽ ഗ്രൗണ്ട് ആൻഡ് സെർവ്സ് ആസ് എ കോമൺ ടെർമിനൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സ്, ദ സർക്യൂട്ട് ഈസ് കോൾഡ് കോമൺ കളക്ടർ ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ RC ഇല്ല, അതുകൊണ്ട് ഇത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഈ കളക്ടർ ഒരു പോർട്ടായിട്ട് പ്രവർത്തിക്കും, ഒരു ടെർമിനലായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇതിനെ കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയും. ദെൻ ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ടേക്കൺ ഫ്രം ദി എമിറ്റർ. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൽ നിന്നാണ്. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി എമിറ്റർ. The circuit is also called emitter follower. അതായത് ഈ കോമൺ കളക്ടർ ആംപ്ലിഫയറിനെ വിളിക്കുന്ന പേരുടെ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്.
because its voltage gain is unity and hence a change in base voltage appears as an equal change across the load at the emitter. അപ്പോൾ ആ സെൻറ്റൻസ് പ്രത്യേകം നോക്കുക. ദ സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് എമിറ്റർ ഫോളോവർ. ഈ കോമൺ കളക്ടർ ആംപ്ലിഫയറിനെ വിളിക്കുന്നവർ എമിറ്റർ ഫോളോവർ. ബിക്കോസ് ഇറ്റ്സ് വോൾട്ടേജ് ഗെയിൻ ഇസ് യൂണിറ്റി. ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ യൂണിറ്റി ആണ്. അതുമാത്രമല്ല, ആൻഡ് ഹെൻസ് എ ചേഞ്ച് ഇൻ ബേസ് വോൾട്ടേജ് അപ്പിയേഴ്സ് ആസ് ആൻ ഈക്വൽ ചേഞ്ച്. ഇവിടെ ഗെയിൻ 1 ആയതുകൊണ്ട് ഇൻപുട്ടിന് തുല്യമാണ് ഔട്ട്പുട്ട്. എ ചേഞ്ച് ഇൻ ബേസ് വോൾട്ടേജ് അപ്പിയേഴ്സ് ആസ് ആൻ ഈക്വൽ ചേഞ്ച് അക്രോസ് ദ ലോഡ് അറ്റ് ദി എമിറ്റർ. അപ്പോൾ ബേസിൽ ഉണ്ടാകുന്ന ഒരു ഇൻപുട്ട് മാറ്റം എമിറ്ററിൽ അതേ അളവിലാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എമിറ്റർ ഫോളോസ് ദ ഇൻപുട്ട് അറ്റ് ദ ബേസ്. അപ്പോൾ ബേസിലുള്ള ഇൻപുട്ടാണ് എമിറ്റർ ഫോളോ ചെയ്യുന്നത്. എമിറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ബേസിലെ ഇൻപുട്ടിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് പറയാം എമിറ്റർ ഫോളോസ് ദി ഇൻപുട്ട് അറ്റ് ദ ബേസ്. എമിറ്റർ ഫോളോസ് ദി ബേസ്, എമിറ്റർ ഫോളോവർ എന്ന് പറയും. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. ഈ എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്പർ 1, ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. നമ്പർ 2, ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്, താഴ്ന്ന ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്. യൂണിറ്റി ഗെയിൻ എ വി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഗെയിൻ എ വി ഈസ് ഈക്വൽ 1. നോ ഫേസ് ഇൻവേർഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഇൻവേർഷൻ ഇല്ല. നമ്മൾ സി ആംപ്ലിഫയർ പഠിച്ചപ്പോൾ അവിടെ ഒരു ഫേസ് ഇൻവേർഷൻ പറഞ്ഞിരുന്നു. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ അവിടെ 180 ഡിഗ്രി ഫേസ് റിവേഴ്സലുണ്ട്. അത് നമ്മൾ പ്രത്യേക ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എക്സ്പ്ലെയിൻ ദ ഫേസ് റിവേഴ്സൽ ഇൻ എ സി ആംപ്ലിഫയർ. അതിനെ നമ്മൾ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ എ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഫേസ് റിവേഴ്സൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ അങ്ങനെ ഒരു ഫേസ് റിവേഴ്സൽ ഇല്ല. നോ ഫേസ് ഇൻവേർഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്. ഇൻപുട്ട് ഏത് ഫേസിലാണ് പോസിറ്റീവ് ഗോയിങ് ആണെങ്കിൽ അതേപോലെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. The most common use of emitter follower is a buffer amplifier which performs impedance matching. എമിറ്റർ ഫോളോവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് ഇത് ബഫർ ആംപ്ലിഫയർ ഉപയോഗിക്കും. ഇംപെഡൻസ് മാച്ചിങ്. ബഫർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട്, ഇപ്പോൾ ലൗഡ് സ്പീക്കർ, ഒരു ആംപ്ലിഫയർ, ഒരു പവർ ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ. അപ്പം അതിന് ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ഡിവൈസ്, ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ആംപ്ലിഫയർ, അതിനെ വിളിക്കുന്നവരും ബഫർ ആംപ്ലിഫയർ. ഈ ബഫർ ആംപ്ലിഫയർ പ്രധാനമായിട്ടും ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇംപെഡൻസ് മാച്ചിങ് നമ്മൾ പ്രത്യേകം ക്വസ്റ്റനായിട്ട് പഠിക്കുന്നുണ്ട് പവർ ആംപ്ലിഫയർ പറയുമ്പോൾ. അപ്പോൾ ഇംപെഡൻസ് മാച്ചിങ് ഇത്രയേ ഉള്ളൂ. ഒരു ലൗഡ് സ്പീക്കർ 10 Ohm ആണ്. പിന്നെ ഔട്ട്പുട്ട് അതിൻ്റെ ആംപ്ലിഫയർ ഒരു 100 Ohm ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇംപെഡൻസ് മാച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ZO ആകണം. ചില കേസുകൾ അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ കേസിൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല ഒരു ലൗഡ് സ്പീക്കറിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഇംപെഡൻസ് മാച്ചിങ് ഇല്ല. അത്ര ഇംപെഡൻസ് മാച്ചിങ് ഉണ്ടാക്കാൻ ഈ ആംപ്ലിഫയറിൻ്റെയും അതുപോലെ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ എമിറ്റർ ഫോളോവർ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇംപെഡൻസ് മാച്ചിങ് സംഭവിക്കുകയും നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്യും. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പ്രകാരമുള്ള മാക്സിമം പവർ കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇംപെഡൻസ് മാച്ചിങ് പ്രത്യേകം ക്വസ്റ്റനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The most common use of the emitter follower is as a buffer amplifier which performs impedance matching. ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ
എമിറ്റർ ഫോളോവർ സർക്യൂട്ട് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ബഫർ ആംപ്ലിഫയർ എന്ന് പറയാം. ഈ ആംപ്ലിഫയർ എന്നുള്ള വാക്ക് അത്ര കാര്യമായിട്ട് ഇവിടെ വരുന്നില്ല, കാരണം AV എന്നുള്ളത് 1 ആണ്. അതുകൊണ്ട് ഇത് എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ എന്ന് പറയാറില്ല, സിംപിളി എമിറ്റർ ഫോളോവർ ഓർ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ AV 1 ആണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ AV 1 ആണെന്ന് നമ്മളൊരു തിയറിയിലൂടെ കാണിക്കുകയാണ്. To show that the voltage amplification factor, the gain of emitter follower is unity. ഒരു എമിറ്റർ ഫോളോവറുടെ ഗെയിൻ യൂണിറ്റിയാണ് 1 ആണെന്ന് തെളിയിക്കുക. അപ്പോൾ എന്താണ് കറണ്ട് ഗെയിൻ AI? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ IE ബൈ ഡെൽറ്റ IB ആണ്. കാരണം ഇവിടെ IC ഇല്ല, കളക്ടർ കോമൺ ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഗെയിനായിട്ട് നമ്മൾ ഡെൽറ്റ IE ബൈ ഡെൽറ്റ IB, അത് നമ്മൾ മറ്റൊരു നൊട്ടേഷനിൽ സ്മോൾ IE ബൈ സ്മോൾ IB എന്ന് പറയും. ഈ സ്മോൾ ലെറ്റർ എഴുതിയാൽ അത് ഡെൽറ്റ I ആണെന്ന് വിചാരിക്കണം, ചേഞ്ചാണ്. ഡെൽറ്റ IE വി റൈറ്റ് ആസ് സ്മോൾ IE and delta IB we write as small IB. So the current gain we can write as IE by IB. Then what is IE? IE is beta plus 1 IB. Iക്ക് അങ്ങനെ ഇക്വേഷൻ ഉണ്ടല്ലോ. I is beta plus 1 IB. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ 200 500 വരാം, അതുകൊണ്ട് ബീറ്റ പ്ലസ് 1 ബീറ്റ എന്ന് വിളിക്കാം. ബീറ്റ IB വെട്ടിപ്പോവും. ദാറ്റ് ഈസ് AI is equal 1 plus beta. ദാറ്റ് ഈസ് A is beta approximately. ബീറ്റ പ്ലസ് 1 is nearly beta. ഇപ്പോൾ ബീറ്റ 500 ആണെങ്കിൽ 500 പ്ലസ് 1 501, അതിന് പോലെ 500 എഴുതിയാലും മതിയല്ലോ. ദാറ്റ് ഈസ് AI is beta എന്ന് വരും. വോൾട്ടേജ് ഗെയിൻ AV is equal to VO by VI. What is VI? The input resistance into input current, base current, IB into RN. What is RN? RN എന്ന് പറഞ്ഞാൽ RB പ്ലസ് ബീറ്റ RE ആണ്. RB പ്ലസ് ബീറ്റ RE ആണ്. RE എമിറ്റർ റെസിസ്റ്റൻസ്. ഈ RB വളരെ വലുതാണ് ബീറ്റ RE ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ആറിനായിട്ട് ബീറ്റ RE കൊടുക്കുക. കാരണം 2 റെസിസ്റ്റൻസ് പാരലാണെങ്കിൽ ചെറുതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂ, എഫക്റ്റീവ് വാല്യൂ. ഇപ്പോൾ RB പാരലിൽ ബീറ്റ RE എടുത്താൽ നമുക്ക് ബീറ്റ RE എന്ന് കിട്ടും. കാരണം RB വലുതാകുമ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് വാല്യൂ ചെറിയ വാല്യൂവിന് അടുത്തായിട്ട് വരും. സോ VI is equal IB ഇൻറ്റു RN. ആ സ്റ്റെപ്പ് ഒന്നുകൂടി അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് IB ഇൻറ്റു R എന്ന് പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ബീറ്റ RA, അത് കൊടുത്തു. ഇനി VO is equal to IE ഇൻറ്റു RL. RL എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് AC ലോഡാണ്. എഫക്റ്റീവ് AC ലോഡ് അത് കാണുന്നത്, ഈ എഫക്റ്റീവ് ലോഡ് കാണുന്നത് RE പാരലൽ RL എന്നുള്ളതാണ്. RE പാരലൽ RL എന്ന് വരും. ഇവിടെ RE മാത്രമേ ചിത്രത്തിലുള്ളൂ, അതുകൊണ്ട് പാരലൽ കോമ്പിനേഷൻ ഒന്നും വേണ്ട, RE എടുത്താൽ മതി. RE, സോ RL ഈസ് RA. അത് വാട്ട് ഈസ് IE? ബീറ്റ IB. സോ ബീറ്റ IB ഇൻറ്റു RA. സോ VO we can write as beta IB into RA. VI is IB into beta RA. So AV is VO by VI. That is beta IB into RA by IB into beta into RA. RA ക്യാൻസൽ ചെയ്യും, IB ക്യാൻസൽ ചെയ്യും, ബീറ്റയും ക്യാൻസൽ ചെയ്യും, നമുക്ക് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് AV is 1. The voltage gain of emitter follower circuit is AV, which is equal to 1. That's the proof. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇത് ഒരു essay ആയിട്ട് ചോദിക്കാറില്ല, ഷോർട്ട് ആൻസറാണ് ചോദിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടൊന്ന് ശരിക്കും പഠിക്കണം. ഇതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. essay ആയിട്ട് ചോദിക്കാനായിട്ട് ലെങ്ത് കുറവാണ്, ചോദിച്ചുകൂടായൊന്നുമില്ല. ഇപ്പോൾ ഷോർട്ട് ആൻസർ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ദി സർക്യൂട്ട് ഓഫ് എമിറ്റർ ഫോളോവർ ആൻഡ് ഗീവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് വോൾട്ടേജ് ഗെയിൻ. ഡ്രോ ദി സർക്യൂട്ട് ഓഫ് എമിറ്റർ ഫോളോവർ ആൻഡ് ഗീവ് ആൻ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ.
You see, voltage in AV is 1. We have to prove it. Number 2, with the neat diagram, explain emitter follower circuit and show that its voltage gain is unity. മൊത്തം എഴുതാനാണ്. Voltage gain is unity. That is a question. That is all with your 35th lecture on electronics. With this chapter, transistors unit 3 is over. In the next class, we pass on the power amplifiers unit number 4. Thank you very much.